കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ആ വെക്കേഷൻ ആയതുകൊണ്ട് ആ സമയത്താണല്ലോ കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നല്ല ക്ലീനിങ്ങിലായിരുന്നു പണിയൊക്കെ. എടുക്കുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പോസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടായിട്ടാണ് അങ്ങനെ ചെയ്ത. അതായത് നമ്മൾ വെക്കേഷൻ്റെ സമയത്ത് അടുക്കള ഭാഗം ഒന്നങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നിങ്ങളെ വീട് അതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അയ്യോ എന്ന് തോന്നിപ്പോകും. കാരണം അത്രയും വൃത്തികേടായിട്ടാണ് ഉള്ളത്. നിങ്ങളുടെ വീട്ടിൻ്റെ പുറകുവശമൊന്നും എന്തായാലും ഇതുപോലത്തെ കോലം കെട്ടിയിട്ടുണ്ടാവില്ല എന്നറിയാം. അവിടെ ഡംപ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പം നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയോ, ജാനുവരി ആകുമ്പോൾ എല്ലാം അങ്ങ് എടുക്കും. അതായത് പ്ലാസ്റ്റിക് ബാഗ്, കുപ്പി, ചെരുപ്പ് എല്ലാം അങ്ങ് പോകുന്ന മാസമാണ്. അപ്പോൾ അതെല്ലാം അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ക്രിസ്മസ് വെക്കേഷൻ, ഈ കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷൻ സേവനവാരമായിരുന്നു. ആ ഒരാഴ്ച മുഴുവൻ വീടിൻ്റെ പുറകുവശവും ഉൾഭാഗവും എല്ലാം ഈ ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല ഹെവി ആയിട്ടുള്ള ക്ലീനിങ് പണി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊല്ലത്തിലൊരു ദിവസത്തേക്ക് ഇതുപോലെയുള്ള വർക്കുകൾ മാറ്റി വെക്കുമ്പോഴാണ് നല്ല ബുദ്ധിമുട്ട് തോന്നുക. ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അങ്ങ് എടുത്ത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൂപ്പലൊക്കെ പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ അവിടെ തേച്ച് കഴുകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ വർഷം എങ്ങാനാണെന്ന് തോന്നുന്നു ഇതെല്ലാം വൃത്തിയാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശരിക്കും ഡീപ്പായിട്ട് ഈ പുറകുവശം വൃത്തിയാക്കുന്നത് ഇന്നാണ്. വേണമെങ്കിൽ ഹെൽപ്പിന് ഞാൻ അന്ന് വിളിച്ച ചേച്ചീനെ വിളിക്കാം. പക്ഷേ ഇതെനിക്ക് ഇഷ്ടമാണ്. അത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ക്ലീനിങ് കുക്കിങ്ങിനേക്കാളും ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഉച്ചക്കേക്കുള്ളതെല്ലാം ആക്കി വെച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഇവിടെ ചേച്ചിമാർ അപ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. അവർ ഇതെല്ലാം എടുക്കുമ്പോൾ അവർക്ക് പക്ഷേ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇതെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരുന്നു. കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ നല്ല കോലം കെട്ടിയിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന പണിയും കൂടെ ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം ഉണ്ട്. പിന്നെ എന്താണ്, നമ്മൾ കാറ് സർവീസിന് കൊടുത്ത സമയത്ത് അവിടെ അഴിച്ചു വെച്ചിട്ടുള്ള കാറിൻ്റെ കവറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭാഗ്യത്തിന് ഈ ഒരു മാസം തന്നെ ഇതെല്ലാം കളക്ട് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം അങ്ങ് പോവുമല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അയ്യോ എന്തോരം വേസ്റ്റാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ഇതിങ്ങനെ കളക്ട് ചെയ്യാൻ വരുന്നത് എന്തൊരു ആശ്വാസമാണെന്നറിയോ. അല്ലെങ്കിൽ ഇതെല്ലാം എവിടെ കൊണ്ട് കളയായിരുന്നു. കാരണം നമ്മൾ എന്താണ് തമിഴന്മാരൊക്കെ വന്നിട്ട് കളക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെരുപ്പ്, കുപ്പി, ബാഗ് അതൊന്നും എടുക്കില്ലല്ലോ. അവർ പ്ലാസ്റ്റിക് മാത്രമേ കൊണ്ടുപോകും. പക്ഷേ ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇതിങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. 50 രൂപയാണ് ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടത്. 50 രൂപ പോയാൽ എന്താ, വീട് മൊത്തം വൃത്തിയായി കിട്ടില്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ, ഇങ്ങനെ പഞ്ചായത്താണോ? പഞ്ചായത്തിലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇതുപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ കളക്ട് ചെയ്യാൻ വരുന്നത് മുനിസിപ്പാലിറ്റിയിൽ. പക്ഷേ കോർപ്പറേഷനിൽ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ. അതുപോലെ തന്നെ ഫ്ലാറ്റിലൊക്കെ എങ്ങനെയാണാവോ. പക്ഷേ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഇത്രയും വേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതും നമ്മൾ ആലോചിക്കണമല്ലോ. നമ്മൾ വീടാകുമ്പോഴല്ലേ നമുക്ക് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്തെങ്കിലും ആവട്ടെ, എൻ്റെ വീട്ടിലെ ഈ ഒരു ഭാഗങ്ങളെല്ലാം അവർ കളക്ട് ചെയ്യാൻ വന്നതുകൊണ്ട് തന്നെ എല്ലാം ഇന്ന് തന്നെ അങ്ങ് പോവും. പിന്നെ ചവിട്ടിയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ തീയിടാനും പറ്റില്ല, പിന്നെ ഈ പ്ലാസ്റ്റിക്കിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. ഇതുപോലെയുള്ള റീസൈക്ലിങ് പറ്റാത്ത വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരും എടുക്കും. ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവരിപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യാമെന്ന് ആർക്കറിയാം, ഞാൻ ചോദിച്ചിട്ടുമില്ല. എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഇതെല്ലാം അങ്ങ് പോകുമല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ്. കുറച്ചധികം പൂച്ചട്ടിയും കാര്യങ്ങളുണ്ട്, ഇതൊന്നും അവർക്ക് ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്തെങ്കിലും ഏതെങ്കിലും തയ്യും കമ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നട്ട് പിടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതല്ല അവിടെ തന്നെ അങ്ങ് വെച്ചു. ആ സമയത്ത് ഞാനിത് വാങ്ങുമ്പോൾ ഒരുമിച്ച് വാങ്ങിയതാണ്, ഒന്നിന് 30 രൂപ കണക്കിന്. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് ആ ഒരു ചട്ടിയെല്ലാം അങ്ങനെ തന്നെ വെച്ച്, ബാക്കി ഒരുവിധം അതായത് നമ്മൾ ആ ഒരു കാറിൻ്റെ പ്രഷർ പമ്പൊക്കെ ഇല്ലേ, അതൊന്നും കൊടുക്കാൻ വെച്ചതല്ലേ, അതൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചൂല്, പാര, അയ്യോ എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ആ ദിവസം എടുത്ത് മാറ്റി വെച്ചതും അവർക്ക് കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇതെല്ലാം നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പം പൂപ്പലൊക്കെ വൃത്തിയാക്കിയത് കൊണ്ട് വലിയ പണി കഴിഞ്ഞു. ഇതും റെഡിയാക്കിയല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ മുറ്റടിക്കലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് മുൻഭാഗത്തു നിന്ന് അടിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാത്തതാണ്. അവിടെ നിന്ന് അടിച്ചിട്ട് കുറച്ച് ചെടിയൊക്കെ കളയൊക്കെ പറിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഇവിടെയും കൂടെ അങ്ങ് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയൊരു പണി വേറെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ ആ പെയിൻറ്റ് ബക്കറ്റൊക്കെ ബാക്കിയുണ്ടല്ലോ പെയിൻറ്റ്, അത് ഇവിടെയും കൂടെ അങ്ങ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളന്നങ്ങ് വാങ്ങിയത്. അപ്പോൾ അത് വേഗം ഒന്നങ്ങ് അടിച്ച് തീർക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സന്ധ്യ നേരത്താണ് ബാക്കി, അതായത് ഈ അടിച്ചു വാരലും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി പെയിൻ്റ് അടിക്കാൻ വന്നത് സന്ധ്യക്കാണ് കേട്ടോ. കാരണം പിന്നെ ഞാൻ അകത്ത് കുറച്ച് വേറെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ടാണ് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയത്. പെയിൻ്റ് അടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നില്ല, അത് തന്നെയാണ്. പിന്നെ വെള്ളം ചേർക്കുന്നതൊക്കെ
അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും 1 ലിറ്റർ നമ്മൾ എമൻഷനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 40% വെള്ളം ചേർക്കണം. ഇതിപ്പോൾ ഞാൻ അളന്നിട്ടൊന്നുമല്ല എടുക്കുക, കാരണം ഏതാണ്ട് ഇപ്പോൾ എനിക്കറിയാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പെയിൻറ്റും കൊണ്ട് കളിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് അറിയാം എത്ര വെള്ളം ചേർക്കണമെന്ന്. അതിനനുസരിച്ചിട്ട് അതങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഒരു എമൻഷൻ ബ്രൂക്കിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയും വാങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോൾ രണ്ടും കണക്ക് തന്നെയാണ്. ആ ഒരു വൈറ്റിലുള്ള വ്യത്യാസമൊന്നും എനിക്ക് മനസ്സിലാവാറില്ല. പിന്നെ ഇവിടെ ഒന്ന് വൃത്തിയാണെന്നുള്ള മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം കഴിഞ്ഞിട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു അസുഖമുണ്ട്. കാരണം അത് തീർത്തിട്ടേ നമ്മൾ എന്തും എല്ലാ കാര്യവും എനിക്കങ്ങനെയാണ്. തുടങ്ങാൻ എന്തും കുറച്ച് ഡിലേ ആവും. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൈമേയ് മറക്കുക എന്നൊക്കെ പറയില്ലേ, നേരവും കാലവും ഒന്നും നോക്കില്ല. എല്ലാ പണിയുടെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ രാത്രിയായിട്ട് ഇതിപ്പണി ഇന്ന് തന്നെ അങ്ങ് തീർക്കണം എന്നുള്ളൊരു നിർബന്ധമാണ്. കാരണം ഇതോടെ ലാസ്റ്റാണ് ആ ബക്കറ്റിലുള്ള നമ്മുടെ എമൻഷൻ ലാസ്റ്റാണ്. ഇനിയിപ്പോൾ നാളെ ഇത് എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് തീർത്ത് കഴിഞ്ഞ് ഞാനും ഒന്നങ്ങ് കുളിച്ച് വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടൂ എന്നുള്ള രീതിയിൽ അന്ന് രാത്രി തന്നെ അങ്ങ് എല്ലാം ചെയ്തെടുത്തു. രാത്രി അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഞാൻ നാളെ രാവിലെ ആകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു മതിലൊക്കെ ഇപ്പോൾ കിടക്കുന്നതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആദ്യത്തെ ആ മതിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ വേണ്ടതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണ്ടാത്തൊക്കെ അങ്ങ് മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മുതലേ ഇങ്ങനെ എടുത്ത് വെക്കണം. ഇത് തന്നെ പണി. പക്ഷേ നല്ല ഭംഗിയും നല്ല എന്താ പറയുക, ഇതിന് ഭംഗി വന്നതുപോലെ എൻ്റെ മനസ്സിനൊരു വെള്ള വന്നതുപോലെ തന്നെ തോന്നി. കാരണം അത്രയും മുഷിഞ്ഞ് കിടക്കുന്ന സ്ഥലം ഇങ്ങനെ വെളുപ്പിൽ കാണുമ്പോഴേ ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ ആ ചെടികളൊക്കെ ഉണങ്ങിയതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒന്നും നോക്കുന്നില്ല, ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ്. അവിടെ എൻ്റെ മണി പ്ലാന്റ് ഇല്ലേ, ഒരു എന്താ പറയുക പുഷ്ടി വരാത്തതുപോലെ. മണി പ്ലാന്റിന് ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ വീഡിയോയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതുപോലെയൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവാത്തതുപോലെ എന്താണെന്നറിയില്ല. ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വീഡിയോ തന്നെ ഉണ്ടായിരുന്നു മണി പ്ലാന്റ് ആ ഒരു വാലറ്റ് നമ്മൾ തൂക്ക് ചട്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടില്ലേ. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കാണിച്ചു തരാൻ ക്യാമറ അങ്ങനെ പിടിക്കാൻ എനിക്ക് വിട്ടുപോയതാണ്. ഞാൻ ഈ ചെടിച്ചട്ടി മാത്രം അങ്ങ് എടുത്ത് വെക്കാനില്ല. പക്ഷേ ലാസ്റ്റ് ഞാൻ ആ മണി പ്ലാന്റിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള മണി പ്ലാന്റ് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങളതിനെന്താ മരുന്ന് ചേർക്കുന്നത് അല്ലെങ്കിൽ എന്ത് വളപ്രയോഗമാണ് ഉള്ളതെന്ന് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കിതിൻ്റെ പേരോ ഒന്നും അറിയില്ല. ഇതൊരു താമര വിരിയുന്നത് പോലെയാണ് കാണുക. ഇതിങ്ങനെ തൂങ്ങി താമര വിരിയുന്നത് പോലെയാണ്. നല്ല രസമാണ്. ഞാനതങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചതാണ്. ഇത് നമ്മൾ എന്താണ് പടരുന്ന ഒരു വള്ളിച്ചെടി പോലെയുള്ളത്. ഇതിൻ്റെയും പേരൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നിൻ്റെയും പേരറിയില്ല. കിട്ടുന്നത് എടുത്ത് സെറ്റാക്കുന്നത് മാത്രം. കണ്ടോ ആ ഒരു വയലറ്റ് പോട്ടില്ലേ തൂക്ക് ചട്ടി, ഇവിടെയാണ് ആ മണി പ്ലാന്റ് ഞാൻ പറഞ്ഞത് ഒരു ഉഷാറില്ലാതെ അങ്ങ് കിടക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, മാറ്റം ഉണ്ടാവുമെന്ന് അറിയാലോ. അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നെക്കൊണ്ടാകുന്നത് പോലെ. ഇനിയിപ്പോൾ നമ്മുടെ മുറ്റം കഴുകലാണ്. കാരണം നല്ല ചെളിയും മണ്ണും ഒക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നമ്മൾ അലക്കുന്ന സോപ്പ് പൊടിയില്ലേ, സോപ്പ് പൊടി ഇട്ടിട്ട് ഒന്നങ്ങ് തേച്ച് കഴുകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ. അങ്ങനെ മുഴുവനായിട്ട് എനിക്ക് പോക്കാൻ കുറേ സമയം എടുക്കണ്ടേ, ഞാൻ അത്രയൊന്നും ഇതിനായിട്ട് മെനക്കെടുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം ഒന്നങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ പൈപ്പ് ഇട്ടിട്ട് ഓസ് ഇട്ടിട്ടില്ലേ ഒന്നങ്ങ് വെള്ളം നനച്ച് എന്നിട്ട് നമ്മൾ ആ ഒരു പൊടി ഇട്ടിട്ട് ഈർക്കിട്ടി ചൂലില്ലേ ചൂല് വെച്ചിട്ട് അങ്ങ് ഉരച്ച് തേച്ച് കഴുകുകയാണ്. പ്രഷർ പമ്പറില്ലേ നമ്മൾ കാർ വാഷർ, അത് വെച്ചിട്ട് ഒന്നങ്ങ് അടിച്ചാൽ ഇങ്ങനെ മെനക്കെടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നല്ലോണം വൃത്തിയാവും. പക്ഷേ ഞാനിങ്ങനെ അത്രയും കറണ്ട് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. ഈ ഒരു കുറ്റിച്ചൂല് കൊണ്ടങ്ങ് തേച്ച് കഴുകിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഗ്യാസ് സിലിണ്ടർ വെക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് കൂടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യത്തെ വീട്ടിൽ കൂട്ടിലായിരുന്നു ഇത് വെച്ചിരുന്നത്. പക്ഷേ അത് തുരുമ്പൊക്കെ പിടിച്ചിട്ട് അതങ്ങ് നാശമായി. പിന്നെ ഇപ്പോൾ പുതിയ വീട്, അതായത് നമ്മളിത് വീട് മാറ്റിപ്പണിതപ്പോൾ ആ കൂടൊന്നും വെച്ചില്ല. ആരും അങ്ങ് എടുത്തു കൊണ്ടുപോകില്ല എന്നുള്ളൊരു വിശ്വാസം, അതുകൊണ്ട് ഇങ്ങനെ തുറന്നിട്ട് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഓളൊന്ന് ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോവല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഗൗരീസ് ഹോം എന്ന് സെർച്ച് ചെയ്യേണ്ടി വരില്ലേ. അപ്പോൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്തോളൂ, വേറെ വീഡിയോ കണ്ടോളൂ കേട്ടോ. പിന്നെന്താ, എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അങ്ങ് തീർക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളാരും ഞാൻ ബോറടിപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ പുറകുവശവും മുൻവശമൊക്കെ
നമുക്ക് പറ്റുന്നത് പോലെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ വെറുതെ ഇരുന്ന് ബോറടിക്കുവാണെങ്കിൽ ഇങ്ങനത്തൊക്കെ പണി ചെയ്യുമ്പോൾ ഇല്ലേ സമയം എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് നേരം പോവും. ആസ്വദിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രം മതി. പിന്നെ ഒന്ന് മാത്രം പറയാനുണ്ട്, എല്ലാ പണിയും കൂടെ ഒരുമിച്ചിട്ട് ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ് പോവേ. നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ പണിക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് തീർക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സഹായത്തിന് കൂട്ടിന് ഒരാളെയും കൂടെ വിളിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് അത്ര ബേർഡൻ ഉണ്ടാവില്ലല്ലോ. ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് റിലാക്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്